KTS അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ ഒരു ടോപ്പിക്കാണ്. ഫിസിക്കൽ സയൻസിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും എപ്പോഴും എക്സാമിന് പ്രോബ്ലംസിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. ആ ടോപ്പിക്കാണിത് ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ. അതായത് എന്തൊക്കെയാണ് വാതക നിയമങ്ങൾ, നമ്മൾ പഠിച്ച വാതക നിയമങ്ങളിൽ എന്തെല്ലാം വാതക നിയമങ്ങളാണ് എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണാറ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഗ്യാസ് ലോസ്. അതിൽ ഫസ്റ്റ് ലോ ആണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് എന്താ ബോയിൽസ് ലോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്ന ലോ ഏതാണെന്നും ചോദിക്കും. അത് രണ്ടും കറക്റ്റ് തന്നെയാണ്. അതായത് പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോയിൽസ് ലോ എന്ന് പറയുന്നത്. എന്താ ബോയിൽസ് ലോ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ദ വോളിയം ഓഫ് എ ഗ്യാസ് is inversely proportional to its pressure. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്, പ്രഷർ വോളിയം റിലേഷൻഷിപ്പ്. അതായത് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എടുത്താൽ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ദാറ്റ് ലോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ബോയിൽസ് ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റുകയാണെങ്കിൽ എന്താ ചെയ്യുക, വി ഇസ് ഈക്വൽസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു പി എന്ന് എഴുതാം അല്ലേ. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ വേണ്ടിയിട്ട് വി ഇസ് ഈക്വൽസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/p. 1/p ഉള്ളത് അതേപോലെ തന്നെ എഴുതാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഈ പീനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ വി ക്യാൻ റൈറ്റ് പി വി ഇസ് ഈക്വൽസ് എ കോൺസ്റ്റന്റ്. ഇതാണ് നമ്മൾ എന്താണ് ബോയിൽസ് ലോന്റെ അവസാന ഫോം എന്ന് പറയുന്നത്. എന്താണ്, പി വി ഈക്വൽസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ബോയിൽസ് ലോ എന്താ പറയുന്നത്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതായത് ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ വോളിയവും പ്രഷറും എന്ന് പറയുന്നത് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് ആര് പറയുന്നത്, ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട് ബോയിൽസ് ലോയിൽ. അതായത് എക്കോറേറ്റിൻ്റെ അടിത്തട്ടെന്ന് മുകളിലേക്ക് വരുന്ന വായുകുമിളകൾ മുകളിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക, അത് വലുതായിട്ടത് പൊട്ടിപ്പോകുന്നു. അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്, ബോയിൽസ് ലോൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ബോയിൽസ് ലോ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗ്യാസ് is inversely proportional to its pressure. അതായത് ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ വോളിയം പ്രഷറും എന്ന് പറയുന്നത് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അടുത്തത് അതിൻ്റെ ഗ്രാഫാണ്. ഗ്രാഫ് ഓഫ് പ്രഷർ വേഴ്സസ് വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. അതായത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ എന്താണ് പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ പ്രഷർ ഇങ്ങനെ കൂടുകയാണ് അല്ലേ, പക്ഷേ വോളിയം ഇവിടെ എന്താണ്, കുറഞ്ഞ് ഇങ്ങനെ താഴേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. സോ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് പ്രഷർ വേഴ്സസ് വോളിയം അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. അടുത്തത് ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. എ ബലൂൺ is filled with hydrogen gas at room temperature. It will burst if pressure exceeds 0.2 bar. If at 1 bar pressure the gas occupies 2.27 liter volume, up to what volume can the balloon be expanded? അപ്പം നമുക്കിവിടെ എന്തൊക്കെയാണോ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് അത് ആദ്യം എഴുതല്ലേ. എന്താ പറഞ്ഞത്, if at 1 bar pressure, if pressure exceeds 0.2 bar അല്ലേ, if at 1 bar pressure means P1 is equals എത്രയാ വരിക, 1 bar വരും അല്ലേ. if at 1 bar pressure the gas occupies 2.27 liter volume, so it will be V1 is equals 2.27 liter. പിന്നെ എന്താ, നമ്മൾ ഒരു ക്വാണ്ടിറ്റിയും കൂടി തന്നിട്ടുണ്ട് അല്ലേ. ഇറ്റ് വിൽ ബേസ്റ്റ് ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 bar, സോ ദാറ്റ് വിൽ ബി P2 is equal 0.2 bar. അപ്പം നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്, V2 ആണ് അല്ലേ. വാട്ട് ഇസ് ദ വോളിയം അല്ലേ, V2 ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. വാട്ട് ഇസ് അവർ ഫോർമുല, ദാറ്റ് ഈസ് P1 V1 is equals P2 V2. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, വേറെ ഒന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. P1 V1 is equals P2 V2. നമുക്ക് എന്തായാലും കാണേണ്ടത് V2 അല്ലേ. V2 is equals P1 V1 divided by P2. P1 നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. P1 എത്രയാ, 1 ആണ്. 1 into V1 എത്രയാ, 2.27 divided by P2 എത്രയാ, 0.2 അല്ലേ. ആഫ്റ്റർ ഓൾ കാൽക്കുലേഷൻസ് വി വിൽ ഗെറ്റ് ആൻ ആൻസർ ദാറ്റ് ഈസ് 11.35 ലിറ്റർ. അതാണ് നമ്മൾ എന്ത് പറയുക,
ഫൈനൽ വോളിയം ദാറ്റ് ഇസ് V2. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നമുക്ക് എക്സാമിന് വരിക. കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലംസ് ഒന്നും വരില്ല. ശരിക്കും ഡയറക്റ്റ് ആയിട്ട് V1 എന്താ P1 എന്താ എന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ നോക്കി എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് എന്താണ് ചാൾസ് ലോ? ചാൾസ് ലോയിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം അല്ലേ, ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോനെ നമ്മൾ എന്താണ് പറയുന്നത്? അതാണ് എന്ത്? ചാൾസ് ലോ. ചാൾസ് ലോ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻക്രീസസ് ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ഓഫ് എ ഗ്യാസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ ലോക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാൾസ് ലോ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ട്. അതായത് നമ്മൾ എന്താണ്, ഊതി വീർപ്പിച്ചൊരു ബലൂണ് വെയിലത്ത് കൊണ്ടുവെക്കുമ്പോൾ കുറച്ച് സമയം എന്താ സംഭവിക്കുക? ആ ബലൂണ് പൊട്ടിപ്പോകും. അതൊക്കെ ഏതിന്റെ ആപ്ലിക്കേഷനാണ്? ചാൾസ് ലോന്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ചാൾസ് ലോ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്. നമ്മളിവിടെ കോൺസ്റ്റന്റ് പ്രഷറിനെ അങ്ങ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. എന്താ പറയുന്നത്? വോളിയം ഓഫ് എ ഗ്യാസ്, അതായത് വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് വോളിയം കൂടുമ്പോൾ അവിടെ എന്ത് കൂടും? ടെമ്പറേച്ചർ കൂടും. വോളിയം കുറയുമ്പോൾ എന്ത് കുറയും? ടെമ്പറേച്ചർ കുറയും. അതാണ് അവിടെ കൊടുത്തത് ഡിക്രീസസ് ഓൺ കൂളിംഗ്. കൂളിംഗ് മീൻസ് ടെമ്പറേച്ചർ കുറയ്ക്കുകയാണല്ലോ. അപ്പോൾ V is proportional to T. അപ്പോൾ നമുക്കിതിൽ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ വേണ്ടിയിട്ട് V is equals a constant into T എന്ന് കൊടുക്കാം അല്ലേ. എന്നിട്ട് ഈ ടീനെ നമുക്ക് താഴേക്ക് കൊണ്ടുവന്നാൽ V by T is equals a constant കിട്ടി. V by T is equals constant. So we can say this is the mathematical form of Charles law. ചാൾസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത് എന്താ? V by T is equals a constant. നമ്മൾ നേരത്തെ കണ്ട ബോയിൽസ് ലോയിലെ മാത്തമാറ്റിക്കൽ ഫോം എന്താ? PV is equals a constant. അപ്പോൾ ചാൾസ് ലോ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആൻഡ് ഡിക്രീസസ് ഓൺ കൂളിംഗ്. അതായത് വോളിയം എന്ന് പറയുന്നത്, ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുന്നു, അതേപോലെ കുറയുന്നതിനനുസരിച്ച് കുറയുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്? ചാൾസ് ലോ എന്ന് പറയുന്നത്. ചാൾസ് ലോന്റെ വേറെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക, ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് പറയുന്നത് ഏതാ? അതാണ് എന്ത് പറയുന്നത്? ചാൾസ് ലോ എന്ന് പറയുന്നത്. അടുത്തത് ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഓൺ എ ഷിപ്പ് സെയിലിംഗ് ഇൻ ദ പസഫിക് ഓഷ്യൻ where temperature is 23.4 degrees Celsius, where temperature is 23.4 degrees Celsius, a balloon is filled with a 2 liter air. What will be the volume of the balloon when the ship reaches Indian Ocean where the temperature is 26.1 degrees Celsius? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിനെ നമ്മൾ ഏതിലോട്ട് മാറ്റണം? കെൽവിനിലോട്ട് മാറ്റണം അല്ലേ. നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിനെ കെൽവിനിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ട് ആഡ് ചെയ്യണം? 273 കൊണ്ട് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? ഓൺ എ ഷിപ്പ് സെയിലിംഗ് ഇൻ ദ പസഫിക് ഓഷ്യൻ വേർ ടെമ്പറേച്ചർ ഇസ് 23.4 degrees Celsius, a balloon is filled with 2 liter air. What will be the volume of the balloon when the ship reaches Indian Ocean where the temperature is 26.1 degrees Celsius? അപ്പോൾ നോക്കൂ, നമ്മുടെ V1 എന്ന് പറയുന്നത് ഇവിടെ എത്ര വരുന്നു? V1 is equals 2 liter. ഓക്കെ, V1 is equals 2 liter. T1 is equals എത്രയാ? 23.4 അല്ലേ. 23.4 ഏതിലാണ് തന്നത്? ഡിഗ്രി സെൽഷ്യസിലാണ് തന്നത്. അതിന് നമ്മൾ ഏതിലോട്ട് മാറ്റണം? കെൽവിനിലോട്ട് മാറ്റണം അല്ലേ. സോ 23.4 പ്ലസ് എത്ര ചെയ്യണം? 273 അല്ലേ. സോ ഇറ്റ് വിൽ ബി 0.4692 296.4 കിട്ടും അല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? വാട്ട് വിൽ ബി ദ വോളിയം? സോ ദാറ്റ് മീൻസ് V2 ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. വാട്ട് വിൽ ബി ദ വോളിയം വെൻ ദ ഷിപ്പ് റീച്ചസ് ഇന്ത്യൻ ഓഷ്യൻ വേർ ദ ടെമ്പറേച്ചർ ഇസ് 26.1 degrees Celsius. So T2 is equals 26.1 degrees Celsius. Again we are adding this term with 273 Kelvin. So it will be plus 273.1992. Our answer will be 299 Kelvin. ഇത് നമുക്ക് എന്ത് കാണണം? V2 ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ചാൾസ് ലോ? V1 by T1 is equals V2 by T2. So V1 will be 2 by T1. T1 will be 296.4. V2 ആണ് നമുക്ക് കാണേണ്ടത്. V2 divided by 299.4.
1. ഇത് ജസ്റ്റ് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് V2 is equals 2 into 290, just cross multiply here, 299.1 divided by 296.4. Okay, after all calculations we will get an answer that is 2.08, something like that. അങ്ങനത്തെ ഒരു ആൻസർ നമുക്ക് അവിടെ കിട്ടും. 2.08 ലിറ്റർ, ലൈക്ക് ദാറ്റ് ആൻസർ വി വിൽ ഗെറ്റ്. സോ ഇങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എന്തിന് വരിക, നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ നമ്മൾ അതിൽ ഓർക്കേണ്ടത് എന്താണ് V1, അതേപോലെ തന്നെ എന്താണ് V2, എന്താണ് T1, അതേപോലെ തന്നെ എന്താണ് T2. അതേപോലെ തന്നെ ആ T1ലെ ക്വാണ്ടിറ്റി ഒരു പക്ഷേ നമ്മളുടെ ഓപ്ഷനിൽ ഈ ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂ വെച്ചിട്ടുള്ള ആൻസറും കാണും. അതായത് 23.4 കൊണ്ടും അതേപോലെ 26.1 കൊണ്ടും കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ ആ പ്രോബ്ലത്തിലുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂവിനെ നമ്മൾ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം, കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് ഗേ-ലൂസാക്സ് ലോ. എന്താണ് ഗേ-ലൂസാക്സ് ലോ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ വേറെ പേരാണെന്ത്, പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ. പ്രഷറും ടെമ്പറേച്ചറും റിലേഷൻ കാണിക്കുന്ന ഒരു ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേ-ലൂസാക്ക് ലോ എന്ന് പറയുന്നത്. എന്താ ഗേ-ലൂസാക്ക് ലോ പറയുന്നത്, അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലേ, വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് വാരിസസ് ഡയറക്ട്ലി വിത്ത് ദ ടെമ്പറേച്ചർ. അതായത് വോളിയം കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ, വോളിയം is kept constant, the pressure of a fixed amount of gas, ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചറിന് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേ-ലൂസാക്സ് ലോ. അപ്പോൾ ഗേ-ലൂസാക്സ് ലോ എന്ന് പറയുന്നത് വെച്ചാൽ വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്, അതായത് ഏതെങ്കിലും ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്കിനി പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ ഇട്ട് കൊടുത്തിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടീനെ അടിയിലേക്ക് കൊണ്ടുവന്നാൽ സോ P/T is equals എ കോൺസ്റ്റന്റ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേ-ലൂസാക്സ് ലോന്റെ mathematical form. P/T is equals a constant. So Gay-Lussac's law suggests that at constant volume the pressure of a fixed amount of gas varies directly with the ടെമ്പറേച്ചർ. പ്രഷർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു, പ്രഷർ കുറയുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു. ആ ലോക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഗേ-ലൂസാക്സ് ലോ. ഇനി അടുത്തത് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോ അല്ലേ, അതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് അല്ലേ. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് അവഗാഡ്രോ നിയമങ്ങൾ, അതായത് അവഗാഡ്രോ നമ്പറുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ അവഗാഡ്രോ എന്ന് പറയുന്നത്, it states that equal volume of all gases under the same condition of temperature and pressure contain equal number of molecules. അതായത് ഒരു ഗ്യാസസിന് ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് എടുത്താൽ അതിൽ എന്ത് കോൺസ്റ്റന്റ് ആവുക, ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിൽ എത്ര എന്താണ്, അതിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് V as proportional to n. ഏതാ കൊടുക്കുക, n. n മീൻസ് നമ്പർ ഓഫ് മോൾസ് അല്ലേ. ഒരു മോൾ എന്ന് പറയുന്നത് അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, 6.023 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ട് അല്ലേ ഒരു മോൾ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ 1 മോൾ അല്ലേ. നമുക്ക് അന്താരാഷ്ട്ര മോൾ ദിനം ഉണ്ട് അല്ലേ. അത് ഏത് ദിവസമാണ്, 10 എന്ന് പറയുന്നത് ഏത് മാസം, ഒക്ടോബർ അല്ലേ. ഒക്ടോബർ 23 എന്ത് നമ്മളുടെ മോൾ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, വോളിയം ഓഫ് എ ഈക്വൽ ഗ്യാസ്, അത് വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ വേണ്ടിയിട്ട് V is equals എഴുതിയിട്ട് എ കോൺസ്റ്റന്റ് ഇൻറ്റു n എന്ന് കൊടുക്കാം. എ കോൺസ്റ്റന്റ് ഇൻറ്റു n എന്ന് കൊടുക്കുക. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, V/n is equals എ കോൺസ്റ്റന്റ്. V/n is equals എ കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കുന്നു. V/n is equals a constant. So this is the mathematical form of what is Avogadro's law. അപ്പോൾ നമ്മൾ കണ്ടു ബോയ്സ് ലോ കണ്ടു, ചാൾസ് ലോ കണ്ടു, അവഗാഡ്രോസ് ലോ കണ്ടു, ഗേ-ലൂസാക്സ് ലോ കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, അവഗാഡ്രോ ലോ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലോ നമുക്ക് നോക്കാം. എന്താ അത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പം നമ്മൾ ഈ പഠിച്ച ഇക്വേഷൻസ്, അതായത് ബോയ്ൽസ് ലോ നമ്മൾ പഠിച്ചു, ചാൾസ് ലോ നമ്മൾ പഠിച്ചു, അവഗാഡ്രോസ് ലോ പഠിച്ചു, ഗേ-ലൂസാക്സ് ലോ അവിടെ നിൽക്കട്ടെ, ബോയ്ൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും പഠിച്ചു. ഈ 3 ലോകളും കൂട്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതായത് ആദർശ
വാതക സമവാക്യം ഉണ്ടാക്കുന്നത്. അപ്പൊ നോക്കൂ, നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ ഫസ്റ്റ് നമ്മൾ കണ്ടത് ബോയിൽസ് ലോ ആണ് അല്ലേ. അത് നമ്മൾ എന്തെഴുതി? ബോയിൽസ് ലോക്ക് നമുക്ക് എന്താ കിട്ടിയത്? വി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് കിട്ടി അല്ലേ. ബോയിൽസ് ലോക്ക് വി ഇസ് ഈക്വൽസ് 1/p എന്ന് കിട്ടി. ചാൾസ് ലോക്ക് എന്ത് കിട്ടി? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി കിട്ടി. അവഗാഡ്രോസിലും നമുക്ക് എന്ത് കിട്ടി? വി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് കിട്ടി അല്ലേ. അപ്പൊ നമ്മൾ ഈ 3 ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്ത് എഴുതാം. ഇക്വേഷൻ 1 ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ നമ്മൾ ഈ 3 ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്ത് എഴുതിയാൽ we can write like this: v is proportional to 1/p into t into n into t or t into n. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. നമ്മൾ പി വി ഇങ്ങോട്ട് എടുത്താൽ എന്താ എഴുതാ? പി വി is proportional to n into t എന്ന് എഴുതാം നമുക്ക് അല്ലേ. നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റുക. സോ വി ക്യാൻ റൈറ്റ് പി വി is equals, ഇവിടെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കുന്ന പേരാണ് എന്ത്? R. That R we can call it as universal gas constant. എന്താ അതിൻ്റെ പേര്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇറ്റ് ഹാസ് എ വാല്യൂ 8.314. എത്ര വാല്യൂ വരുന്നത്? 8.314. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പി വി is equals n ഇൻറ്റു, നമ്മൾ പറയാൻ സുഖത്തിന് n ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് കൊടുക്കുന്നു. എന്താ കൊടുക്കുന്നത്? പി വി is equals n ഇൻറ്റു ആർ ഇൻറ്റു ടി. ഫോർ എഡ് നമ്മളിപ്പോൾ എപ്പോഴും എടുക്കുക 1 mole ഓഫ് ഗ്യാസ് ആണെങ്കിൽ n എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ആറ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഈ ടീനെ എങ്ങോട്ട് കൊണ്ടുവന്നാൽ പി വി ബൈ ടി സീക്വൽസ് ഇത് രണ്ടും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എ കോൺസ്റ്റന്റ് എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് അവർ മാത്തമാറ്റിക്കൽ ഫോം. പി വി is equals nRT and also we can say PV is PV by T. PV by T is a constant. This is also the mathematical form of ideal gas equation. So we can say ideal gas equation is a combined effect of 3 laws: Boyle's law, Charles' law, Avogadro's law. So we can say V is proportional to 1/p, that is Boyle's law. V is proportional to T, that is Charles' law. V is proportional to N, that is Avogadro's law. നമ്മൾ ഈ 3 ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്താൽ we can write V is proportional to 1/p into N into T. നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി, നമ്മൾ ഈ പീനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ പി വി is proportional to n into t. എന്നിട്ട് ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് കോൺസ്റ്റന്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇറ്റ് ഹാസ് എ വാല്യൂ 8.314. So we can write PV is equals nRT. This is also our ideal gas equation, and also we can write from this equation we can write PV by T is equals a constant. ഇതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പം നമ്മളെ ബോയിൽസ് ലോ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടി? പി വി is equals a കോൺസ്റ്റന്റ് കിട്ടി. ചാൾസ് ലോ അനുസരിച്ചിട്ട് വി ബൈ ടി is equals a കോൺസ്റ്റന്റ് കിട്ടി. എവഗാഡ്രോസ് ലോ അനുസരിച്ചിട്ട് വി ബൈ എൻ is equals a കോൺസ്റ്റന്റ് കിട്ടി. പിന്നെ നമ്മുടെ ഗേലൂസാക്സ് ലോ അനുസരിച്ച് പി ബൈ ടി is equals a കോൺസ്റ്റന്റ് ചോദിച്ചു. കഴിഞ്ഞ കേട്ടറ്റിന് ചോദിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ചാൾസ് ലോൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണ് കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചത്. അപ്പോൾ ഇനി വരുന്ന കേട്ടറ്റ് എക്സാമിന് ബോയിൽസ് ലോയോ അല്ലെങ്കിൽ അവഗാഡ്രോസ് ലോയോ ഗേലൂസാക്സ് ലോയോ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനോ ഒക്കെ ചോദിക്കും. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. അറ്റ് 25 degrees Celsius and 760 mm of Hg pressure, അതായത് മെർക്കുറി പ്രഷർ ഓഫ് എ ഗ്യാസ് occupies 600 milliliter volume. What will be its pressure at a height where temperature is 10 degrees Celsius, where the temperature is 10 degrees Celsius and volume of the gas is 640 ml. എന്താ പറയുന്നത്? അറ്റ് 25 degrees Celsius അല്ലേ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു അല്ലേ, ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ എന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്തുകൊണ്ട് ആഡ് ചെയ്യണം? 273 വെച്ച് ആഡ് ചെയ്യണം. അപ്പോൾ എന്താ പറയുന്നത്? അറ്റ് 25 degrees Celsius. So we can write T1 is equal 25 plus 273 അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 298 കെൽവിൻ കിട്ടി. അപ്പോൾ T1 is equals 298 കെൽവിൻ. 760 mm of Hg pressure. So we can write P1 is equals 760 അല്ലേ. ഇനി അടുത്ത് എന്താ പറയുന്നത്? അറ്റ് 25 degrees Celsius and 760 mm of Hg pressure, a gas occupies 600 milliliter volume. So we can write V1 is equals 600 ml. കിട്ടി.
ഇനി അടുത്തതിൽ എന്താ പറഞ്ഞത്, വാട്ട് വിൽ ബി ഇറ്റ്സ് പ്രഷർ. അപ്പൊ നമുക്ക് ഫൈനൽ പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. P2 is equals ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. What will be its pressure at a height where temperature is 10 degrees Celsius? So we can write T2 is equals 10 plus 273. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 283 കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 283 കിട്ടി. 283 കിട്ടി. T2 is equals 283 കിട്ടി. വോളിയം ഓഫ് ദ ഗ്യാസ് ദാറ്റ് ഇസ് V2 is equals 640 കിട്ടി അല്ലേ. അപ്പം നമ്മൾ ഇതിൽ എല്ലാ ടേംസും ഉണ്ട്. P1 ഉണ്ട്, V1 ഉണ്ട്, T1 ഉണ്ട്, അതുപോലെ P2 ഉണ്ട്, T2 ഉണ്ട്, V2 ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? P1 V1 by T1 is equals എന്താണ്? P2 V2 by T2. നമ്മൾ ഇക്വേഷനിൽ കണ്ടത് PV by T ആണ്. അപ്പം നമ്മൾ രണ്ട് ഗ്യാസ് ഉള്ളതുകൊണ്ട് രണ്ട് ഗ്യാസസിൻ്റെ നമ്മൾ എടുക്കുകയാണ്. P1 V1 by T1 is equal P2 V2 by T2. നമുക്കിതിൽ ഏതാ കണ്ടത്? P2 അല്ലേ. P2 കാണാൻ നമുക്ക് എന്താ ചെയ്യുക? P2 is equals ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. P1 V1 T2 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു V2. ജസ്റ്റ് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1ൻ്റെ വാല്യൂ എത്രയാണ്? P1 is equal 760 ഇൻറ്റു V1ൻ്റെ വാല്യൂ 600 ഇൻറ്റു T2 എത്രയാ? T2 is equals 283 ഡിവൈഡഡ് ബൈ പിന്നെന്താ T1 എത്രയാ? T1 ഇറ്റ് വിൽ ബി 298 അല്ലേ. T1 298. പിന്നെ V2 എത്രയാ? V2 is equal 640. അപ്പം നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവസാനം നമുക്ക് 694 ലൈക്ക് ദാറ്റ് വാല്യൂ വി വിൽ ഗെറ്റ്. 694.6 like that value we will get. That is our pressure. Final pressure will be 694. അങ്ങനെ ഓൾമോസ്റ്റ് അങ്ങനെയുള്ള ഒരു ആൻസർ ആണ് നമുക്ക് അവിടെ കിട്ടും. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് ജസ്റ്റ് ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനത്തെ പ്രോബ്ലമാണ് നമുക്ക് എന്തിനു ചോദിക്കുക? എക്സാമിന് ചോദിക്കുക. അപ്പം അതിലെ P1ഉം V1ഉം ഒക്കെ കറക്റ്റായിട്ട് എഴുതിയാൽ, അതായത് അതിലെ ടേംസ് കറക്റ്റായാലും നമ്മൾ ആൻസർ എന്താണ് പെട്ടെന്ന് കറക്റ്റായിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ഗ്യാസ് ലോസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ലോയും ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമും കറക്റ്റായിട്ട് പഠിക്കാൻ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലും വരും, മാത്തമാറ്റിക്കൽ ഫോമിലും വരും, അതേപോലെ പ്രോബ്ലംസിലും വരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.